السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقتلوا النفس التي حرم الله إلا بالحق يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വരോഗ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല വിഷമങ്ങൾ, പ്രയാസങ്ങളുള്ളവർ, അല്ലാഹുവേ അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 7 വൻപാപങ്ങൾ, അതിൽ ഒന്നാമത്തതും രണ്ടാമത്തതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തത് ശിർക്ക്, രണ്ടാമത്തത് സിഹർ, മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ ഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിഹഖ്, അല്ലാഹു കൊല്ലൽ ഹറാമാക്കിയ ഒരു ജീവനെ ഹക്ക് കൂടാതെ കൊന്നുകളയുക, കൊലപാതകം ചെയ്യുക, അത് വലിയ പാതകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയതാണ്. കൊലപാതകം ഇന്നിപ്പോ രാഷ്ട്രീയപരമായി രാഷ്ട്രതലങ്ങളിലൊക്കെ എന്തിനാണ്, ആരെയാണ് കൊല്ലുന്നത്, എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന് കൊല്ലുന്നവനും കൊല്ലപ്പെട്ടവനും അറിയാത്ത സാഹചര്യങ്ങളിലേക്ക് കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് കൊല്ലപ്പെട്ടവനോ, ആരെയാണ് ഞാൻ കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവനോ അറിയാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ അന്ത്യദിനത്തോടാകുമ്പോൾ വർദ്ധീകരിക്കും എന്ന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ ഹക്ക് കൂടാതെ ഒരു മനുഷ്യനെ ഒരാൾ കൊലപ്പെടുത്തിയാൽ ഭരണകൂടം അയാളെ പിടിച്ച് ശിക്ഷിക്കുന്നതിനോ പകരം കൊല്ലുന്നതിനോ വിരോധമല്ല. അല്ലാത്ത രീതിയിൽ കൊലപാതകം നിർവഹിക്കുക, ഹക്ക് കൂടാതെ ഒരു മനുഷ്യനെ കൊല്ലുക, അത് 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ടാണ് നബി തങ്ങൾ എണ്ണുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിഹഖ്, അല്ലാഹു പരിശുദ്ധമാക്കിയ ഒരു ജീവനെ നീതിയില്ലാതെ ഒരിക്കലും നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്, നിങ്ങൾ അതിനെ കൊലപ്പെടുത്തി കളയരുത്. ഇത് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ, ഒരാൾ നിരപരാധിയായ ഒരാളെ ഒരു മനുഷ്യൻ കൊല്ലുന്നുവെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ രീതിയിലുള്ള പാതകങ്ങൾ വളരെ മോശമാണ്, തിന്മയാണ് എന്ന് ഖുർആൻ നബിവചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അടുത്തത് നബി തങ്ങൾ പറയുന്നു, വഅഖ്ലുർ റിബ, പലിശ ഭക്ഷിക്കുക. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഹലാലും ഹറാമും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലാലും ഹറാമും അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഹലാലല്ലാത്ത ഒരു ഭക്ഷണം നാം കഴിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഭീകരമായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ രോഗങ്ങളൊന്നും വരുമെന്നല്ല. ഭൗതികമായ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. നമ്മുടെ കുടുംബങ്ങൾ തന്നെ ആ ഒരു രീതിയിൽ നന്മയെ തൊട്ട് അകന്നു കളയാൻ ഈ രീതിയിലുള്ള ഹലാലല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കാരണമാക്കി തീർക്കും. പഴയ കാലങ്ങളിലൊക്കെ മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായി, നമ്മൾ ഒരു കോഴിനെ അറുക്കുകയാണെങ്കിൽ
അത് ഹലാലാവാൻ വേണ്ടി അത് നിസ്കരിക്കുന്ന ഒരാൾ അറുക്കണം എന്നില്ല. മുഅ്മിനായ ഒരു മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ അറുത്തത് നമുക്ക് ഭക്ഷിക്കാം, അത് മുഅ്മിനായാൽ മതി. എന്നാൽ അതും വിട്ടുകൊണ്ട് സൂക്ഷ്മതയുടെ തലങ്ങളിലേക്ക് പോയി ഒരു കോഴിനെ അറുക്കാൻ അത് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്ന ആളുകൾ അടുത്ത് പോയിട്ടായിരുന്നു നമ്മളൊരു കോഴിനെ പുലർത്തിയിരുന്നത്. അതിനെ കോഴിയെ കൈ പിടിച്ച് അതിന്റെ ആളായ ആളുകളുടെ അടുത്തേക്ക് അറുക്കാൻ പോയ ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷെ നമുക്കൊക്കെ ഉണ്ടാവും. ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഹലാലായ ഭക്ഷണം കഴിക്കുക എന്ന ഒരു നിർബന്ധം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖമുദ്രയുമാവണം അത്. ഹലാലല്ലാത്തതൊന്നും നമ്മൾ തിന്നാൻ പാടില്ല. ഹലാലാത്തല്ലാത്തതൊന്നും നമ്മുടെ വായിലൂടെ അകത്തേക്ക് പോവാൻ പാടില്ല, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ആശ്രിതരായിട്ട് കഴിയുന്ന ആളുകൾക്കും അത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള പലിശ അത് ഹറാമാണ്. പലിശയോട് ഒരിക്കലും നിങ്ങൾ ആഭിമുഖ്യം പുലർത്തരുത്, പലിശയുമായി ബന്ധപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നതായി കൊണ്ട് കാണാം. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കാണാം, നിങ്ങൾ ആ പലിശ ഉപേക്ഷിക്കാത്ത പക്ഷം അല്ലാഹും അവന്റെ ദൂതരും അന്ത്യപ്രവാചകർ നബിതങ്ങളും അല്ലാഹുവും അവനോട് അങ്ങനെ ചെയ്യുന്നവരോ ആളുകളോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന വചനങ്ങൾ കാണാം. അത്രത്തോളം ഗൗരവമുണ്ട് എന്നതാണ് ഈ വിശുദ്ധമായ ഖുർആൻ വചനം നമ്മളോട് സൂചിപ്പിക്കുന്നത്. വലിയ പാതകമായിട്ടാണ് ഖുർആൻ പലിശയെ കാണുന്നത്, ഇസ്ലാം പലിശയെ കാണുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോ ഇതിന്റെ പല പേരുകളിലായി, ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാലോ അതൊക്കെ പലിശയാണ് എന്ന്. ഒരാളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ തിരിച്ചു മേടിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മേടിക്കുന്നു. രാവിലെ തന്നെ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോയാൽ അതിനൊക്കെ പ്രത്യേകം ചില പേരുകൾ തന്നെയുണ്ട്. രാവിലെ മേടിക്കുന്നു, വൈകിട്ട് തിരിച്ചു കൊടുക്കുന്നു. കട്ടയായിട്ടുള്ള പലിശയാണ്. അത് കൊടുക്കാനും അത് മേടിക്കാനും അതിലൂടെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും ഒക്കെ അത് ഹറാമായ ഭക്ഷണമാണ്. കടുത്ത തെറ്റായി 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു. അടുത്തത് നബി തങ്ങൾ പറയുന്നത് വഅക്ലു മാലിൽ യതീം, യതീമുകളുടെ മുതല് നമ്മൾ അപഹരിക്കുക. പിതാവ് മരണപ്പെട്ടുപോയി, ചെറിയ മക്കളാണ്, അവർക്ക് സ്വത്തുണ്ട്. ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് ഏതെങ്കിലുമൊക്കെ ട്രസ്റ്റ് നടത്തുന്ന ആളുകളാവാം, അല്ലെങ്കിൽ സ്വന്തത്തിൽ മരണപ്പെട്ടു പോയതായ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ മക്കളാവാം, അല്ലെങ്കിൽ യതീം മക്കൾക്ക് എന്നതിന്റെ പേരിൽ പിരിക്കപ്പെട്ടതാവാം. ഏത് രീതിയിലാണെങ്കിലും യതീമുകൾക്ക് അവകാശപ്പെട്ടതായ സമ്പത്തുകൾ അവരുടെ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു വഴിയിലേക്ക് അതിനെ വിനിയോഗിക്കുക, അത് ഭക്ഷിക്കുക, അത് അവൻ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. കാരണം അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇസ്ലാം നൽകുന്ന ആ മഹത്വകരമായ ആ കാര്യത്തെ കത്തിവെക്കലായതുകൊണ്ടാണ്. സത്യസന്ധത നമ്മൾ പുലർത്തണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിത മുദ്ര തന്നെ അവൻ സാമ്പത്തികവും എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ സത്യസന്ധനായിരിക്കും എന്നുള്ളതാണ്. ഒരാളുടേത് ഒരു 5 പൈസ നമുക്ക് അവകാശപ്പെടാത്തത് നമ്മൾ കൈവശം വെക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. പക്ഷേ മറ്റൊരാളുടേത് നമ്മളെ സ്വന്തമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അല്ലാഹു തആല പൊറുക്കപ്പെടാത്ത തെറ്റാണ്. അങ്ങനെയുള്ള ഒരു ജനാസയെ കൊണ്ടുവന്നാൽ അവന്റെ ആ ബാധ്യത മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് വരെ അതിന്റെ പേരിൽ ആ മനുഷ്യന്റെ പേരിൽ നിബിതങ്ങൾ മയ്യത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. എന്താ അതിന്റെ കാരണം? അത് അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ്. ഒരാളുടേതും ഹക്കാത് സ്ഥലമാവട്ടെ, ക്യാഷ് ആവട്ടെ, എന്താണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് അവകാശപ്പെടാത്തത് നമ്മൾ സ്വായത്തമാക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ ഒരു നിർബന്ധ ബുദ്ധിയാണത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് മക്കൾ ഏറ്റെടുക്കുന്നതും, നിസ്കാരത്തിന്റെ മുമ്പ് കടബാധ്യതകളൊക്കെ, ഹക്കടപാടുകളൊക്കെ മറ്റൊരു മനുഷ്യൻ ഏറ്റെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് മയ്യത്ത് നമസ്കരിക്കുന്നത്, ആ ഒരു ബാധ്യത നിസ്കരിച്ചാലും അതവിടെ നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൊതുവായിട്ടുള്ള പ്രവർത്തകര്, പൊതുവായിട്ടുള്ള ഫണ്ട് കൈകാര്യം ചെയ്യുന്ന
ചെയ്യുന്ന ആളുകൾ, അതേപോലെ ട്രസ്റ്റ് നടത്തുന്ന ആളുകൾ, അവരൊക്കെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ആയത്തുകളും ഹദീസുകളുമാണ് ഇത്. വഅക്ലു മാലിൽ യതീം, പാവപ്പെട്ടതായ യതീമുകൾ, പാവപ്പെട്ടവർ എന്ന് വെക്കേണ്ട, ഹദീസിന്റെ അർത്ഥം യതീമുകളുടെ മുതൽ ഭക്ഷിക്കുന്നവർ എന്നാണ്. അവർ പണക്കാരനായാലും ശരി, പണക്കാരനായ യതീമാണെങ്കിലും ശരി, അവനക്ക് അവകാശപ്പെട്ടത് നമ്മൾ അവനക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ അവന് കൊടുത്തുകൊണ്ടാണെങ്കിലും നമുക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം അതിൽ നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. കടുത്ത തെറ്റായി വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അടുത്തത് ഞാൻ വിശദീകരിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു മനുഷ്യ ഇസ്ലാമികമായി ധർമ്മസമരം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ, ധർമ്മസമരം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക, അതിൽ പങ്കെടുക്കാതിരിക്കുക, ഓടിപ്പോവുക, ഇതും വലിയ പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു. അടുത്തത് ഏഴാമത്തത് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദോഷം ചെയ്യാത്ത ആളുകൾ, കുറ്റം ചെയ്യാത്ത ആളുകൾ, നിർദോഷികളായ സഹോദരിമാർ, അവരെ കുറിച്ച് വ്യഭിചാര ആരോപണം പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി, ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ചെറിയ മക്കളെ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കള്ളക്കേസ് കൊടുത്തുകൊണ്ട് ജയിലിൽ അടക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത്, ആണും പെണ്ണും ഒക്കെ. വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ. വിശുദ്ധ ഖുർആൻ സൂറത്തിനൂറിലൂടെ പറയുകയാണ്, നല്ല ജീവിതം നയിക്കുന്നതായ ആളുകൾ, ശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകൾ, വിശ്വാസിനികളായിട്ടുള്ള സഹോദരിമാർ, അങ്ങനെയുള്ള സഹോദരികളെ അപകീർത്തിപ്പെടുത്തുന്നതായ രീതിയിൽ വ്യഭിചാരാരോപണം അവരുടെ മേൽ ആരോപിക്കുന്നുവെങ്കിൽ അത് ഈ ലോകത്തും പരലോകത്തും ആ ആളുകൾ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരുപാട് കേസുകൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. കുറച്ചു മുമ്പ് ഞാനൊരു ലേഖനം വായിച്ചു. കുറച്ചു കാലം ജയിലിൽ കിടന്നു വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ജയിലിലുള്ള അനുഭവങ്ങൾ പറയുകയാണ്. ഒരുപാട് മനുഷ്യർ ആ ജയിലിൽ കിടക്കുന്നുണ്ട്, ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. അതിൽ കുറെ ആളുകൾ ഒരു തെറ്റും ചെയ്യാതെ, കുടുംബത്തിന്റെയോ അയൽക്കാരന്റെയോ അധ്യാപകർ പോലും അതിലുണ്ട്. ഒരധ്യാപകനോട് ദേഷ്യം തോന്നിയതിന്റെ പേരിൽ ആ രക്ഷിതാക്കൾ സ്വന്തം മക്കളെ കൊണ്ട് ഇല്ലാത്തത് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ രീതിയിൽ ജയിലിൽ അടക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹവും പോയത് അങ്ങനെ തന്നെയാ. നമുക്കറിയാം, കുറച്ചു മുമ്പ് ഈ ഭാഗത്ത്, ഈ തെക്ക് ഭാഗത്ത് ഒരു അധ്യാപകൻ, ഒരു വാച്ചറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ എത്രയോ വർഷക്കാലം ജയിലിൽ കടന്നു. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസ് കൊടുത്ത ആ കുട്ടിക്ക് മുതിർന്ന് 5-8 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസാന്തരമുണ്ടായി. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ജയിൽ മോചിതനായി. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ആരോടും ഒരു വിരോധമൊന്നുമില്ല, ആ കുട്ടി അങ്ങനെ പറയില്ല, ആരെങ്കിലും പറയിപ്പിച്ചതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മനുഷ്യന്റെ വർഷങ്ങൾ, അദ്ദേഹത്തിന്റെ അപമാനങ്ങൾ, സ്വന്തം മക്കൾ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ, കുടുംബങ്ങൾ, അയൽക്കാർ, ഈ ആളുകളുടെ മുമ്പിൽ നാണം കെടുന്നത്, വിഷമിക്കുന്നത് ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ മാന്യതക്ക് വളരെയേറെ വില കൽപ്പിക്കുന്നതായ ഒരു കാഴ്ചപ്പാടുള്ള മതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ, ഒരു സ്ത്രീയുടെ മേൽ ആരോപിക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമായി എണ്ണപ്പെടുകയാണ്. എഴുത്തിലൂടെ, കമന്റിലൂടെ, നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ അതിന്റെ താഴേക്ക് നമ്മൾ പറയുന്ന ചില വചനങ്ങൾ, ചില വചനങ്ങൾ എന്നല്ല, ചില വാക്കുകൾ, നെറികെട്ട പ്രയോഗങ്ങൾ നമ്മൾ എഴുതി വിടുമ്പോ അത് എത്രത്തോളം ആ മനുഷ്യനെ മാനഹാനി വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീയെ മാനഹാനി വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ അതെല്ലാം 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമായി തീരും എന്നതാണ് യാഥാർത്ഥ്യം.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കുക. 7 വൻപാപങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളോട് താക്കീത് ചെയ്തതാണ്. ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അഥവാ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഹക്കടപാടുകളാണെങ്കിൽ അത് കൊടുത്തി വീട്ട് പൊരുത്തപ്പെടിച്ച്, അതല്ല എങ്കിൽ കറക്റ്റായി തൗബ ചെയ്ത്, ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മുക്തനാവാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്ന സഹോദരിമാരെ, സഹോദരങ്ങൾ, അല്ലാഹു അവരൊക്കെ നിനക്കറിയാം. അവരുടെ എല്ലാവരുടെയും മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ആ ഒരു കെട്ടിടത്തിലേക്ക് ഒരു സഹോദരൻ 5000 രൂപ കഴിഞ്ഞ ആഴ്ച എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് ഒരു സഹോദരൻ 1,00,000 രൂപ അതിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ പള്ളിയിലേക്ക് 313 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ നിനക്കറിയാം എന്താണോ അതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരുടെ എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവർക്കും ഞങ്ങൾക്കും നീ നന്മ പ്രദാനം നൽകണേ റഹ്മാനെ. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിന്റെ വാർക്കയുടെ ഏകദേശം അത്ര ലിൻഡൽ വരെ ആയിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വേണം. ആരെങ്കിലുമൊക്കെ സഹകരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പുറത്തു പോകുമ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൽ കഴിവിന്റെ പരമാവധി അതിൽ സഹകരിച്ചുകൊണ്ട് ആ ഒരു സംരംഭം വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ നമ്മുടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രധാനപ്പെട്ട അതിന്റെ അതിശയനായ നേതാവ് KP അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് ഒരു സൂഫിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ജനാസ നമസ്കാരം ഉണ്ടാവും. അതേപോലെ ജനപ്രതിനിധിയായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു മുസ്ലിമായിട്ടുള്ള ഒരു നേതാവാണ്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞ് അവരുടെയൊക്കെ മയ്യത്ത് സംസ്കാരം ജുമയ്ക്ക് ശേഷം ഉണ്ടാകും. പറ്റാവുന്ന ആളുകളൊക്കെ സഹകരിക്കുക. അല്ലാഹു തആല അവർക്ക് രണ്ടുപേർക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം 4 മക്കൾ മരണപ്പെട്ടു പോയ വിദേശത്തുള്ള ഒരു സഹോദരി കുടുംബം, അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ആ മക്കളെ സ്വർഗ്ഗത്തിൽ നല്ല സന്തോഷമായി കണ്ടുമുട്ടാനും ഏറ്റുകൂടാനുമുള്ള തൗഫീഖ് ആ രക്ഷിതാക്കൾക്ക് നീ പ്രദാനം നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. معاشر المسلمين رحمكم الله. الجمعة حج الفقراء